പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് റവ വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. റവ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് വറുക്കാത്ത റവയാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഏത് റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി മൈദ ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം, അര കപ്പ് കേട്ടോ. അപ്പം ഒരു കപ്പ് റവക്ക് അര കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പോ ഏതെങ്കിലും ഒന്ന്. അതേപോലെ ഇതിപ്പം ശർക്കര പാനിയാണ് കേട്ടോ. ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തതാണ്. അത് ചൂടോടെ ഒഴിക്കരുത്, നല്ലോണം തണുത്തതിന് ശേഷം മാത്രം ഒഴിക്കുക. അതൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൊടിക്കാത്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. കാരണം റവല്ലേ, അപ്പോൾ ഒന്ന് കുതിർന്ന് കുറച്ചൊരു കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ 2-3 ടേബിൾ സ്പൂണ് കുറച്ച് വെള്ളമാക്കിയാണ്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. പക്ഷേ നല്ല ലൂസായി പോകാൻ പാടില്ല കേട്ടോ, ഈ ഒരു കട്ടിക്ക് തന്നെ വേണം. പിന്നെ കുറച്ച് അപ്പക്കാരും അതേപോലെ കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്തുകാണ്ട് ഒന്നിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ വറുത്തുകാണ്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തുകാണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു അളവിന് ഇതിലുള്ള മധുരം എല്ലാം പാകമാണ് കേട്ടോ. കറക്റ്റ് മധുരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനീൻ്റെ അളവ് കുറച്ചൊന്ന് കൂട്ടുക. പഞ്ചസാരയിൽ ഉണ്ടാക്കുമ്പം അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ ഒരു ശർക്കര പാനിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. നല്ല ഹൈ ഫ്ലെയിമിലാവരുത്, എന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് ഒരു തവിയൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് നല്ലോണം ഒന്ന് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഈ ഓയിലുണ്ടല്ലോ അത് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു ടൈമിൽ നന്നായിട്ട് അത് പൊങ്ങി വരും കേട്ടോ. ഓയിൽ വല്ലാണ്ട് കുടിക്കൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഓയിലൊന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പം എങ്ങനെയാണോ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റാണ് സംഭവം. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ളതൊന്നും ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഒരു കയ്യിൽ ആണിപ്പോൾ ഞാൻ മാവ് ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഓയിൽ അതിൻ്റെ മേലേക്ക് ഒഴിക്കുമ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാതും ഞാനിപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ചെയ്തിട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ ഒരു 15-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ആ മാവൊന്ന് റവയാണല്ലോ, അപ്പോൾ ആ റവ ഒന്ന് കുതിർന്ന് കിട്ടാനുള്ളൊരു ടൈം മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട. നല്ല സിമ്പിളാണ്. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. മാത്രമല്ല റവ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, അതേപോലെ പുറം നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, കഴിച്ചാലിങ്ങനെ പെട്ടെന്ന് കഴിച്ചു പോകുന്നൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.